തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. AR നഗർ തലപ്പാറ വലിയ പറമ്പ് ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. കള്ളനെ പിടിക്കാൻ വെച്ച CCTV അടക്കം മോഷണം പോയി. വലിയ പറമ്പ് തോട്ടോളിൽ ഒറ്റച്ചിലമ്പൻ ദേവക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിലെ 15ഓളം വിളക്കുകളും 5 മണികളും CCTV അടക്കമാണ് മോഷ്ടാവ് കവർന്നത്. ക്ഷേത്രഭാരവാഹികൾ തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകി. ഞായറാഴ്ച വൈകിട്ട് 7 മണിയോടെ ക്ഷേത്രത്തിൽ വിളക്ക് വെച്ച് പോയ ശേഷം പിറ്റേ ദിവസം പുലർച്ചെ 4:45 ക്ഷേത്രത്തിൻ്റെ നട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണം നടന്നത് അറിയുന്നത്. തുടർന്ന് ഉടൻ തന്നെ തിരൂരങ്ങാടി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ക്ഷേത്രത്തിലെ CCTV അടക്കമാണ് മോഷണം പോയത്. സംഭവത്തിൽ ക്ഷേത്രഭാരവാഹികൾ തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകി. ഞങ്ങളുടെ തോട്ടോളിൽ ഒറ്റച്ചിലമ്പൻ ദേവൻ ക്ഷേത്രം എന്ന വലിയ പറമ്പ് ക്ഷേത്രത്തിൽ നിന്ന് കള്ളൻ കയറുകയും പിന്നെ അവിടെ ഉണ്ടായിരുന്ന 15ഓളം വിളക്കുകളും 5 മണികളും അതുപോലെ തന്നെ CCTV ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനു മുമ്പും ജൂലൈ 24-ാം തീയതി 25-ാം തീയതിയാണ് മോഷണം നടന്നിട്ടുണ്ടായിരുന്നു. അന്നും കുറച്ച് വിളക്കുകൾ നഷ്ടപ്പെട്ടു. പിന്നെ അതിനുശേഷം ഞങ്ങളിവിടെ സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയുണ്ടായി. ഇപ്പോൾ ഇതിനും CIക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇന്നലെ വൈകുന്നേരം 7 മണിക്കാണ്, അതായത് 29-ാം തീയതി വൈകുന്നേരം 7 മണിക്കാണ് ഈ അമ്പലത്തിൽ വിളക്ക് വെച്ച് പോകുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം 30-ാം തീയതി 4:45-ന് അമ്പലം തുറക്കാൻ വരുന്ന സമയത്താണ് ഈ കള്ളൻ കയറിയതായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് വിളിക്കുകയും അവർ വരികയും പരിശോധിക്കുകയും ചെയ്തതാണ്. അപ്പോഴാണ് ഈ കള്ളൻ കയറിയതായിട്ട് ഞങ്ങൾ അറിയുന്നത്. ഇതിനു മുമ്പും ഇതേ ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു. ഇക്കഴിഞ്ഞ ജൂലൈ മാസത്തിലായിരുന്നു മോഷണം നടന്നത്. അന്ന് വിളക്കുകളായിരുന്നു മോഷണം പോയത്. ഇതേ തുടർന്നായിരുന്നു ക്ഷേത്രത്തിൽ CCTV വെച്ചത്. എന്നാൽ ഇത്തവണ CCTV അടക്കമാണ് മോഷ്ടാവ് കവർന്നത്. അതേസമയം ക്ഷേത്രഭാരവാഹികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരൂരങ്ങാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.